ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ചെറുപയർ പരിപ്പ് കൊണ്ട് എയർ ഫ്രയറിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് നമുക്ക് അത്ര എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതാദ്യം നമുക്ക് നന്നായിട്ട് അങ്ങ് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് കുതിർത്തെടുക്കണം. ഒരു 2-3 മണിക്കൂർ കുതിർത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനൊരു 2-3 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ തിളപ്പിച്ചെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ സാധാരണയായിട്ട് ചെറുപയർ പരിപ്പും നമ്മൾ സാമ്പാർ പരിപ്പും ഒക്കെ തിളപ്പിച്ചെടുക്കുമ്പോൾ അതിന് മേലെ ഇങ്ങനെ ഒരു വെള്ള കളറിലൊരു ഇത് വരും, പാട പോലെ. അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല എന്ന് എല്ലാ ഇതിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കോരി മാറ്റിയും വേണം, അങ്ങനെ തിളപ്പിച്ചെടുക്കണതാണ് കേട്ടോ. അത് കണ്ടോ, ഇതുപോലെ വരും. അപ്പോൾ ഇത് ശരീരത്തിന് നല്ലതല്ല എന്ന് എല്ലാവരും പറയും. അപ്പം ഞാനെപ്പോഴും സാമ്പാർ ഉണ്ടാക്കുമ്പോഴും ഒക്കെ അതെ, ആദ്യം പരിപ്പൊന്ന് തിളപ്പിച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് കോരി മാറ്റും കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുന്നതിനനുസരിച്ച് ഇതിലിങ്ങനെ കൂടുതൽ വരും. അപ്പോൾ നമുക്കിതൊന്നും അങ്ങ് കോരി മാറ്റുന്ന ഇതേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. പിന്നെ നമുക്ക് ഈ ഒരു പരിപ്പ് അധികം അങ്ങ് വേവിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ ഇതിൽ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. വേവിച്ചെടുക്കാനല്ല, നമ്മളിത് എയർ ഫ്രയറിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നോളും. അപ്പോൾ ഇതിപ്പോൾ ഫുള്ളായിട്ട് ഏകദേശം ഞാനൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കണ്ട ഈ ഒരു അപ്പം ഈ ഒരു പാട പോലുള്ളത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പിൽ നമുക്ക് ഈ ഉപ്പൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ചേർത്താൽ മതി, ബാക്കി നമുക്കിനി എയർ ഫ്രയറിൽ കുക്ക് ചെയ്തതിൻ്റെ ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഞാൻ എല്ലാ വെള്ള കളറുള്ള പാട എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടുണ്ടല്ലോ ഇതിനൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് പോയി വരട്ടെ കേട്ടോ. ഇതിനൊരു സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്നങ്ങ് ഇങ്ങനെ ഇതാക്കി എല്ലായിടത്തേക്കും ആവുന്ന വിധത്തിലാക്കി കൊടുക്കാം. അതിനുശേഷം ഉണ്ടല്ലോ ഞാനിതൊന്ന് ഒരു കട്ടിയുള്ളൊരു ടവലിലോ അല്ലെങ്കിൽ എന്തിലേലും ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ടൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ടവലിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ എയർ ഫ്രയറിൽ കുക്ക് ചെയ്തെടുക്കുന്നത് വെച്ചാൽ കുക്കിംഗ് ടൈം വളരെ കുറവാകും. നേരെ മറിച്ച് നമ്മൾ ഇതുപോലെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കേണ്ടി വരും എയർ ഫ്രയറിൽ. ഇതിലിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് ഫാനിൻ്റെ താഴെ ഈ കട്ടിയുള്ളൊരു ടവലിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അത് നിങ്ങൾ 5 മിനിറ്റ് എന്നുള്ള 1 മണിക്കൂറൊക്കെ വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പയർ ഉണങ്ങി കിട്ടും. അപ്പം നമുക്ക് കുക്കിംഗ് ടൈം എയർ ഫ്രയറിൽ വളരെയധികം കുറവായിരിക്കും. ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റോളം വെച്ചിട്ട് ഒരു സിലിക്കൻ്റെ ട്രേയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത്രയേ ഉള്ളൂ ഞാൻ ഉണക്കിയെടുത്തത്. ഒരുപാട് സമയമൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഒരുപാട് സമയം വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാൻ ഇനി ഇത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് ഞാനൊരു 15 മിനിറ്റാണ് ഇപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും നമുക്കിത് തുറന്നിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കാരണം ഇത് ഒരു ചെറിയ നനവുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ഒത്തിരി സമയം നിങ്ങൾ ടവലിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് തുറന്ന് ഇളക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ബാക്കിയുള്ള 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ 5 മിനിറ്റിലും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, എല്ലായിടത്തേക്കും ആവുന്ന വിധത്തിൽ. ഇത് ബേക്കറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒന്നും കൂടി നല്ലതല്ലേ. പിന്നെ ഇത് കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിൽ വെച്ച് കൊടുക്കാനും അതുപോലെ തന്നെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ വീണ്ടും ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി തുറന്നിളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി അങ്ങ് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ബാക്കിയുള്ള ഒരു 5 മിനിറ്റും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് 15 മിനിറ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഇത് തുറന്ന് നോക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഫ്രൈ ആയിട്ട് നിൽക്കുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു 2-3 മിനിറ്റ് ഒന്ന് അങ്ങ് തുറന്ന് വെച്ച് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമുക്കിത് എടുത്തതിൻ്റെ ശേഷം ഉണ്ടല്ലോ, അത് കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് എടുത്തതിൻ്റെ ശേഷം ഞാൻ അതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാത്രത്തിൽ, അടപ്പുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് ഷെയ്ക്ക് ചെയ്തെടുക്കാം. ഇത് ഈ ചെറുപയറിൽ എല്ലായിടത്തേക്കും ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഷെയ്ക്ക് ചെയ്തെടുക്കണം. പിന്നെ ഉണ്ടല്ലോ, ഉപ്പ് നമ്മൾ ആദ്യം ചേർത്താണ്, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ ഈ മുളകും ഉപ്പും ഒക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറയ്ക്കാനായിട്ട് ചെറുപയറാണെന്ന് നമ്മൾ പറയുകയില്ല, അത്രയ്ക്ക് രുചിയാണ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും.
കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടാനും അതുപോലെ തന്നെ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.